കണ്ണൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യ സഖ്യത്തിലാണ് UDF. മാടായി പഞ്ചായത്തിൽ UDF പിന്തുണയ്ക്കുന്ന വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി SVP സക്കീനയാണ് സ്ഥാനാർത്ഥി. പ്രചാരണ ബോർഡുകളിലും UDF സ്ഥാനാർത്ഥി എന്നാണ് എഴുതിയിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, അതായത് കോട്ടയത്ത് നമ്മൾ കണ്ടു എങ്ങനെയാണ്, അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായി UDFന്റെ ആ ഒരു ബന്ധം അത് പരസ്യമാക്കേണ്ടതില്ല എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോകുന്നു കോൺഗ്രസ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇതാ കണ്ണൂരിലേക്ക് എത്തുമ്പോൾ സ്ഥിതിഗതികളൊക്കെ മാറി മറിയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യ സഖ്യത്തിലാണ് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ആ പോസ്റ്റർ എന്നുള്ളതാണ്. സനോജ്, തീർച്ചയായും ഭദ്ര, കണ്ണൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുമായി പരസ്യ സഖ്യത്തിൽ തന്നെയാണ് UDF തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. പ്രചരണ ബോർഡുകളിലും പോസ്റ്ററുകളിലും എല്ലാം ഉൾപ്പെടെ UDF പിന്തുണയുള്ള സ്ഥാനാർത്ഥി എന്നുള്ളത് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാടായി പഞ്ചായത്തിലെ 18ാം വാർഡിൽ ഈ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി, UDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ UDF പ്രവർത്തകർ തന്നെയാണ് പ്രചരണം നടത്തുന്നത്. മാത്രമല്ല പ്രചരണ ബോർഡുകളിലെല്ലാം തന്നെയും UDFന്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി എന്നുള്ളത് തന്നെയാണ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ബന്ധത്തെ സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ്. അതായത് ഈ മലബാറിലെല്ലാം പ്രത്യേകിച്ചും ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ നേരിട്ട് UDFുമായി സഖ്യം ചേരുകയും അവർക്ക് കൃത്യമായി സീറ്റുകൾ വീതിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് മത്സരം ഉള്ളത്. അതേസമയം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ മലബാർ മാറ്റി നിർത്തിയുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ സഖ്യമില്ല എന്നുള്ള രീതിയിലാണ് UDF നേതാക്കൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജമാഅത്തെ ഇസ്ലാമിയെ UDFന്റെ ഘടകകക്ഷിയാക്കുന്നതിൽ ഏറ്റവും വലിയ എതിർപ്പുമായി രംഗത്തുള്ളത് അത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട സംഘടനകൾ, സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളാണ് ആ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ എന്ന സംഘടനയെ കൂടുതൽ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായ അംഗങ്ങളും അംഗീകരിക്കുന്നില്ല, സംഘടനകളും അംഗീകരിക്കുന്നില്ല. മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയെ UDFിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് UDFന്റെ മതേതര സ്വഭാവത്തിന്, കോൺഗ്രസിൻ്റെ മതേതര സ്വഭാവത്തിന് കളങ്കം ഏൽപ്പിക്കും എന്നുള്ളത് തന്നെയാണ് മുന്നണിക്കും പാർട്ടിക്കും അകത്തു നിന്ന് തന്നെ ഉയരുന്ന പ്രതിഷേധം. അതേസമയം തന്നെ കോൺഗ്രസിൻ്റെ UDFന്റെ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടാകട്ടെ, പ്രത്യേകിച്ചും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഉൾപ്പെടെ ഏത് വിധേനയും തിരഞ്ഞെടുപ്പിൽ ജയിക്കുക, അധികാരത്തിൽ എത്തുക, അതിനുവേണ്ടി ഈ പറയുന്ന സംഘടനകളുടെ എല്ലാം പിന്തുണ സ്വീകരിക്കാം എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ വെൽഫെയർ പാർട്ടിയെ UDFന്റെ കക്ഷിയാക്കിക്കൊണ്ട് തന്നെ പരസ്യമായി തന്നെ പ്രചരണ രംഗത്ത് UDF ഉള്ളത്. വെൽഫെയർ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രചരണത്തിന് UDF സംവിധാനം ഒന്നടങ്കം ഉള്ളത്. ഭദ്ര.